മണികണ്ഠൻ സാറോ അതാരാ? ഇടി സർവീസിൽ എന്റെ സീനിയർ ആയിരുന്ന മണികണ്ഠൻ സാറല്ലേ, മണികണ്ഠൻ ഗംഗാധരൻ, ഒറ്റപ്പാലത്തുള്ള. ഓ, സർവീസിലിരുന്ന സമയത്ത് നിങ്ങളായിട്ട് ഓടിച്ച ആ കക്ഷി. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോടി? ഓർമ്മ ഉണ്ടോന്നോ? എന്റെ കൂട്ടുകാരിക്ക് നിങ്ങളെ പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടേ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നപ്പോ നിങ്ങൾ പാരേഡ് ഗ്രൗണ്ടിൽ കിടന്ന് ഓടുന്നു. നാണക്കേട് കാരണം പരിചയപ്പെടുത്താതെ ഞാനിങ്ങ് പോകുന്നു. എന്തായിരുന്നു? അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? എടി പണ്ട് സർവീസിലുണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം കുത്തിപ്പൊക്കാനായിട്ട് എന്റെ ഒരു സഹായം വേണമെന്ന്. നിങ്ങക്ക് സഹായിക്കാൻ പറ്റിയല്ലോ നിങ്ങൾ പറയുന്നേ. എടി അങ്ങനെ എടുത്തടിച്ചതുപോലെ നോ എന്ന് പറയാൻ പറ്റൂല. അങ്ങേര് വന്ന എനിക്ക് ഭയങ്കര പ്രശ്നമാവുമെന്ന്. എന്ത് പ്രശ്നമാന്നേ? പ്രശ്നമാവെന്ന് വെച്ചാലേ എടി ഞാനിവിടെ എയർ മാർഷൽ ആണെന്നാണല്ലോ എല്ലാവരുടെയും പറഞ്ഞിരിക്കുന്നത്. അങ്ങേര് വന്നാൽ എനിക്ക് കൊടിവീശലാണെന്ന് കൊച്ചുമക്കളും ഒക്കെ അറിയൂലേ. നന്നായി പോയി. അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തെ കള്ളത്തിലൊന്നും വീട്ടുകാരോടും നാട്ടുകാരോടും പറയരുതെന്ന്. ഇനി അങ്ങ് അനുഭവിച്ചു. എന്തെടി ഒരുമാതിരി കണ്ണിച്ചോരല്ല വർത്താനം പറയുന്നത്? ഞാനാണോ കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറഞ്ഞേ? നിങ്ങളോട് ആര് പറഞ്ഞു നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പോയി പറയാൻ നിങ്ങൾ എയർ മാർഷൽ കുഞ്ഞുണ്ണിയാന്ന്? എടി അങ്ങേര് ഇങ്ങോട്ട് വന്ന് ഈ കഥ മൊത്തം അറിഞ്ഞല്ലേ പിന്നെ എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. നാട്ടിൽ മാത്രമൊന്നും അല്ല, എന്റെ വീട്ടുകാരോടൊന്നും പറയാൻ പറ്റുകയില്ല. എന്തൊക്കെയാ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആകെ പ്രശ്നമാവില്ല. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കയറുകയും ചെയ്യും. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങേര് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങോട്ട് പോയി അങ്ങ് കാണും. അതല്ലേ എടി അങ്ങേർക്ക് ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ ആ ആളിന്റെ വീട്ടിൽ പോയി കാണും. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി. എങ്കിൽ പിന്നെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ചിക്കൻ ബോക്സ് ആണെന്ന് പറ. പിന്നെ അങ്ങനത്തെ നമ്പരൊന്നും അവിടെ ഏക്കത്തില്ല. ഇങ്ങനെ ആരാ മോനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോലേ, അങ്ങേര് എവിടെയാന്ന് വെച്ചാൽ അങ്ങേരെ കണ്ടുപിടിച്ച് കാര്യം പറ. എടി അങ്ങേര് ടൗണിൽ ഏതോ ഹോട്ടലാണെന്നേ പറഞ്ഞോളൂ, ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതല്ലേ ഇനിയിപ്പൊ നീ പറഞ്ഞതുപോലെ ഞാൻ കണ്ടുപിടിച്ച് ചെന്നെന്ന് വെച്ചോ, അങ്ങനെ എന്റെ അടുത്ത് ഷൗട്ട് ചെയ്യും. എന്തിനു ഷൗട്ട് ചെയ്യും? നിങ്ങൾ അങ്ങേരുടെ ജൂനിയർ ഒന്നും അല്ലല്ലോ. ഇപ്പൊ പോയി ധൈര്യമായിട്ട് കണ്ട് കാര്യം പറഞ്ഞിട്ട് പോ മനുഷ്യ. അല്ല പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? എടി അങ്ങേരുടെ സീനിയർ ഓഫീസർ ആയിരുന്നടി. ആയിരുന്നു, ഇപ്പൊ അല്ലല്ലോ. കഷ്ടകാലം നോക്കണേ. മനുഷ്യരായ കുറച്ചൊക്കെ ധൈര്യം വേണം. പോ. മിസ്റ്റർ കുഞ്ഞുണ്ണി. അപ്പൂപ്പനോ? ഇപ്പൊ വിളിച്ചോണ്ട് വരാമേ. അപ്പൂപ്പ ഹായ് കുഞ്ഞുണ്ണി. മോർണിംഗ് സാർ. സാർ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. ഒന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കാണുമായിരുന്നല്ലോ. കുഞ്ഞുണ്ണി, ഇപ്പൊ ഇത് എന്റെ ആവശ്യമല്ലേ, അപ്പൊ ഞാനല്ലേ വന്ന് കാണണ്ടേ? അല്ല എന്നാലും സാറിന്റെ സീനിയർ ഓഫീസറല്ലേ, സാറിവിടെ വരിക എന്നൊക്കെ പറഞ്ഞതാ. അതൊന്നും കുഴപ്പമില്ല കുഞ്ഞുണ്ണി. അല്ല സാർ ഇരിക്കണം. വീട്ടിനകത്തേക്ക് കുഞ്ഞുണ്ണി ക്ഷണിക്കുന്നില്ല. അകത്ത് ഭയങ്കര ചൂടാണ് സാറേ. മാത്രമല്ല മോള് പ്രസവിച്ചിടക്ക കൈക്കുഞ്ഞെ ഭയങ്കര കരച്ചിരുമ്പോഴും നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടിരിക്കാം. ശരി ശരി. അങ്ങോട്ട് അതാവുമ്പോ ആരും കാണില്ല. വരണം. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതാണ്. ഓക്കെ ഓക്കെ. ഇരിക്കണം സാർ, ഇരിക്കണം. ഇവിടെ ഇരിക്കണം. കുഞ്ഞുണ്ണി ഇരിക്കും. അല്ല സാരല്ല. കുഞ്ഞുണ്ണി ഇരിക്കേ. കുഞ്ഞുണ്ണി, എനിക്കൊരു പ്ലാനുണ്ട്. എന്ത് പ്ലാനാണ് സാർ? കുഞ്ഞുണ്ണി, ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു. എന്താ? സത്യം അധികം കാലം മൂടി വെക്കാൻ പറ്റില്ല. അത് തുറന്നു പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അല്ല സാറേ, ഞാൻ ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നല്ലോ. നിങ്ങൾ സത്യസന്ധനായ ഓഫീസറാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ കാണാൻ വന്നത്. അല്ല സാറ് കാര്യം എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ റിട്ടയർ ആവുന്നതിന് 2 മാസം മുമ്പ് അയച്ച റിപ്പോർട്ടാണിത്. സാറേ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ, എനിക്കത് ഓർമ്മയില്ല സാറേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അപ്പൊ ഓർമ്മ കിട്ടും. നിങ്ങൾ ട്രാവൽ പെർമിഷൻ കൊടുത്തിരുന്ന 5 ഫ്ലൈറ്റിൽ 1 ലാൻഡിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് മുകളിലേക്ക് അയച്ച റിപ്പോർട്ടിന്റെ കോപ്പി അത്. സാറേ അതൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവങ്ങളല്ലേ, എനിക്കതൊന്നും തീരെ ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റിട്ടയർ ആവുന്നതിന് 2 മാസവും 15 ദിവസവും മുമ്പ്. പിന്നീട് ആ ഫ്ലൈറ്റ് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം? സാറേ റിട്ടയർ ആയ ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ ഞാൻ പറയാം. നിങ്ങൾ പോയൊരു 4 മാസം കഴിഞ്ഞ് ആ പ്ലെയിൻ ലാൻഡിങ്ങിടെ ക്രാഷായി. അയ്യോ പേടിക്കണ്ട, കാഷ്വാലിറ്റി ഒന്നുമില്ല. അയ്യോ അത് ഭയങ്കര കഷ്ടമായി പോയില്ല സാറേ. അല്ല സാറേ, ഇനി ഇതിനകത്ത് ഇപ്പം നമുക്കെന്ത് ചെയ്യാൻ പറ്റും സാറേ? അതിനാണ് കുഞ്ഞുണ്ണിയുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യം. നമുക്കൊരു പ്രസ് കോൺഫറൻസ് വിളിക്കാം. അതിൽ തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി ഉണ്ടാവണം. അയ്യോ സാറേ, ഈ പ്രസ് മീറ്റിലൊക്കെ ഞാൻ എന്തിനാ സാറേ? അത് വേണം കുഞ്ഞുണ്ണി. ആ പ്രസ് മീറ്റ് വെച്ച് കുഞ്ഞുണ്ണി ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് സ്റ്റാഫാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യും. അയ്യോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല സാറേ. അത് വേണം കുഞ്ഞുണ്ണി. കാര്യം എന്റെ ഇന്നസെൻസ് എനിക്ക് പ്രൂവ് ചെയ്യണം.
ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ